ഒരുപാട് ആൾക്കാർ വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ വീട് പണി പൂർത്തിയാക്കിയവരുണ്ട്, ചിലരുടെ അവസാന ഘട്ടത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് വീട് വെച്ചതിൽ ഇന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും പൊളിച്ചു മാറ്റലുകളില്ലാതെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു, അത് നമുക്ക് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരിയാണ്, എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ആ ഓരോ ദിക്കിലും വരുന്ന ടോയ്ലറ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫെങ്ഷുയുടെ ചില റെമഡികളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീട് വെക്കുമ്പോൾ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സിങ് ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള ചില റെമഡികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അത് എല്ലാത്തിനും ഒരു റെമഡി തന്നെയല്ല. അപ്പോൾ എന്ത് റെമഡിയാണ് അവിടെ സ്വീകരിക്കേണ്ടത്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ വീട്ടിലും ചെന്ന് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാറിൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ടാണ് അതിൻ്റെ റെമഡി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എൻട്രൻസിൽ ഒരു മോശം നക്ഷത്രം വന്നുപോയി, അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ ഡോർ പൊളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അവിടെ എന്ത് എലമെൻ്റാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് ടൂളാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ദിക്കിൽ ആ ഒരു ടൂൾ കൊണ്ട് വെച്ചത് കൊണ്ട് നമ്മുടെ പ്രശ്നം തീർന്നോ എന്നുള്ളതല്ല, ആ ഒരു ടൂൾ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രമേണ അത് സോൾവ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ടൂൾ വെക്കുമ്പോൾ നമുക്ക് ആ പ്രയോജനം വരുന്നത്. അല്ലാതെ നമ്മളൊരു ടൂൾ വെച്ചത് നമുക്ക് അതിൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടല്ല വെക്കുന്നത്. ഒരു ടൂൾ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ നിലവിൽ ഫേസ് ചെയ്ത പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിന് നമുക്ക് മാറ്റം ഉണ്ടാവണം. ആ രീതിയിലാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്കതിന് ഒത്തിരി മെത്തേഡുകളുണ്ട്, അതിൽ പലതരത്തിലുള്ള സയൻസുകളുണ്ട്. നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി അത് നമ്മുടെ വീട്ടിലേക്ക് കടക്കാതെ വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്വ മിറർ എന്ന് പറയുന്നൊരു കണ്ണാടി പ്രധാന വാതിലിന്റെ മുകളിൽ വെക്കാം. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ, അതായത് രണ്ട് സൈഡിലായിട്ട് ഫൂഡോക്സ് എന്ന് പറയുന്ന ഒരു രണ്ട് അനിമൽസിന്റെ സ്റ്റാച്യൂവും നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇന്നണക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് എടുക്കുക, അതിന് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക, ഒരു വൈറ്റ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് റെഡ് എങ്കിൽ അതിനകത്ത് വിഷ് എഴുതി ഇതിനകത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബെഡ്റൂമിന്റെയോ സ്വീകരണ മുറിയുടെയോ നോർത്ത് ഭാഗത്ത് നിങ്ങൾക്ക് അത് സൂക്ഷിക്കാം. അത് ഒത്തിരി നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരാൻ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.